കാണാം കാണാം കാണാം. എന്താ എന്റെ പേര് സുരേന്ദ്രബോസ്. ഇത് ചന്ദ്രബോസ് ആണോ? സുരേന്ദ്രനാ? സുരേന്ദ്രബോസ്. എന്റെ ഒരു ചന്ദ്രനാ. മക്കളെ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചിനെ ഇതേപോലെ ഒരു ഓർഫണേജിൽ കൊണ്ട് ഉപേക്ഷിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയവും ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നീയാണ് എൻ്റെ മോനെന്ന് എനിക്കൊരു ഞാൻ എന്നെ ചന്ദ്ര, നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. എന്താണ് ഗുണേ? ആര്? നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു ചന്ദ്ര. ഏത് പള്ളിയിൽ അച്ഛനാ? നീ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. ചന്ദ്രന്റെ കടല അവിടെ കൊണ്ടുപോ. കടല അവിടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ചന്ദ്ര, നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. എടാ, ശരിക്കും നിന്റെ അച്ഛൻ വന്നു പോയണ്ണ. എടാ, നിനക്ക് സന്തോഷമില്ലേ? ഞാനിതിന് സന്തോഷിക്കണ. പിന്നെ നിന്റെ അച്ഛൻ വന്നതിന് ഞാൻ ഇല്ലാത്തതിന്റെ കുറവിലല്ലല്ലോ അണ്ണാ നമ്മള് വളർന്നത്. എടാ, ശരിക്കും നിന്റെ അച്ഛനാണെങ്കിലോ? നോക്കാം. നിക്ക് ഞാൻ പറഞ്ഞേക്ക്. ഒസാമ എടുത്ത് ഞങ്ങൾ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അയാള് മോശം അതാണ് പറഞ്ഞ മോശമായിട്ടല്ല അയാള് പറഞ്ഞു. ഞാൻ നടന്ന കാര്യം പറഞ്ഞുതരാം ചന്ദ്ര. ഇത് നിക്കട്ടോ. ഞാനും ഞങ്ങൾ കണ്ണാപ്പി അല്ലാടെ മുതുക്കി നിൽക്കുന്നത് ജെട്ടി ബിൽഡിംഗ് വരെ പോയി. ജെട്ടി ബിൽഡിംഗിൽ ചെന്നപ്പം അവിടെ നമ്മള് സൈഡിൽ ഒസാമ നിൽക്കുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് ഹായ് ഒസാമയല്ലേ പറഞ്ഞു. അതെ ബ്രോ, എനിക്കൊരു കാര്യം പറയണ്ട, ഒന്ന് വണ്ടി കയറി എന്ന് പറഞ്ഞ് പുള്ളി അപ്പൊ തന്നെ ഡോർ തുറന്ന് വണ്ടിക്കകത്ത് കയറി. ഞങ്ങൾ നേരെ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അവിടെ ഞാൻ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ മാസമായിട്ട് നമ്മളെ ഗ്യാങ്ങിന് ഇത്ര സാധനങ്ങളുണ്ട് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വെക്കുമ്പോ നിങ്ങള് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ചോദ്യമൊക്കെ ചെയ്യുമ്പോ എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ നമുക്ക് കുറച്ച് ഡീല് സംസാരിക്കാൻ ഒസാമ എടുത്ത് പോയതാ. നിന്റെ അടുത്ത് എന്ത് കള്ളത്തരാ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടാ. കള്ളത്തരല്ല പറഞ്ഞേ. അവര് പറഞ്ഞ വെറുതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരണ്ട നമ്മള് തമ്മില്. നിനക്ക് ഒസാമയാണോ വിശ്വാസം, എന്നാ വിശ്വാസം? അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാ? ഒസാമ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് തുറന്നു പറയൂലേ? അല്ലെ അവനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യുവോ? ഒന്നും ചെയ്യില്ല. ഒസാമ നിന്റെ അടുത്ത് കള്ളം പറയണതാ. അല്ല, അങ്ങനെ കള്ളൊന്നും പറഞ്ഞില്ല. അതായത് ഞാൻ ഇതിപ്പോ എനിക്ക് അണ്ണൻ ആലോചിച്ചു. അണ്ണ ഒരാളെ ഏർപ്പാടാക്കി. അയാളെ ഞാൻ ഇതുപോലെ എന്തേലൊക്കെ പിടിച്ചോണ്ടൊക്കെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അണ്ണനല്ലേ ബാഡ്. അയാളൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി അണ്ണനൊരു ബാർസി തോന്നത്തില്ലോ ഇവൻ എന്തിനാ? ഇല്ലടാ, ഞാൻ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ലടാ. അത് ഒസാമ എന്തോ പുള്ളിക്ക് എന്തോ പുള്ളിയുടെ ഡീലിംഗിൽ എന്തോ ഞാൻ ഒസാമയുടെ അണ്ണൻ എന്തെങ്കിലും അറിയണോ? അണ്ണൻ എന്തെങ്കിലും അറിയണോ? ആലോചിച്ച് ഞാൻ ഒരു സാമിയാ. അല്ല എന്തെങ്കിലും അല്ല അണ്ണൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? അണ്ണാ, ഈ ഗണ്ണ് ഞാൻ മനസ്സാ വാചക കർമ്മണ അറിയാത്ത കാര്യമാണ്. ഞാൻ എടുത്തിട്ടില്ല ചന്ദ്ര. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ നിന്നോടല്ല ചോദിക്കൂടാ, ഞാൻ വേറെ ആരുടെയും ചോദിക്കൂടാ. എനിക്ക് നിന്നെ വിശ്വാസമാടാ ചന്ദ്ര. സ്വാമി ശരണം. സത്യല്ലേ? ഞാൻ വേറെ കാര്യം പറയട്ടെ. നിന്റെ ജട്ടി കഴിയെ തരാൻ വേണ്ടിട്ട് നിന്റെ പെണ്ണുമ്പുള്ള ഗ്യാങ് ഹൗസിനകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഞാൻ CCTV-ലൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിളിച്ച് നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ടോ? കൊച്ചൊക്കെ ഓക്കെ. ഇനി ജട്ടി കഴുകാനാണോ അത് കഴുകാനാണോ പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും കേറിയ ഞാൻ അവിടുത്തെ ചോദിച്ചു എന്ത് വെടികൊള്ളാത്ത കവചം വല്ലാണോ നിനക്ക് ഇത്ര അത്യാവശ്യപ്പെട്ട് പോയി എടുക്കാനെന്ന്. ഹലോ, ചന്ദ്ര ഒന്ന് വന്നേ. നിന്റെ കടൽ അവിടെ ഒന്ന് വന്നേ. അണ്ണാ വാക്കിയാർ അണ്ണാ, ഈ വണ്ടി പോ അണ്ണാ. വാ അണ്ണാ, ഹെലി പോ പെട്ടെന്ന് അണ്ണാ. വാസണ്ണ, എടാ നീക വാസണ്ണത്ത് പറഞ്ഞ ഇങ്ങോട്ട് വാസണ്ണ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ നീക. അണ്ണാ എടാ വാസ് അളെ പറഞ്ഞു വാസണ്ണ വന്നിട്ട് അങ്ങ് പോയി പറഞ്ഞിട്ട് പോയി.
വെഹിക്കിൾ ലോക്ക് പറ്റോ? ഹലോ അണ്ണാ ഹെലികോപ്റ്ററിൽ പോ. അണ്ണ വഴി കണ്ട ആൾക്കാരൊക്കെ സംസാരിച്ചിട്ട് 1/2 മണിക്കൂർ. അതുകൊണ്ടാ പറഞ്ഞ ഹെലി പോണോ? ഇല്ല പെട്ടെന്ന് വാ നീക വന്ന് വണ്ടി കയറി. നീക വാ സ്റ്റീവ വാ. എടാ നീക അവന്മാരെന്നെ അവനെ ഇടിച്ചിട്ടളിയാ. എടാ അറിയാൻ വിളിച്ച കണ്ടാണ് അളിയാ. കഴപ്പ് കാണിക്കില്ല എന്റെ അടുത്ത് ഇരുന്നിട്ട്. അല്ലെ അവന്റെ സോറി പറഞ്ഞില്ല അവന്മാരെ അറിയാണ്ട് ഇടിച്ചിട്ട്. അല്ല കേറാൻ പറ്റണല്ലോ. കേറാൻ വണ്ടി ലോക്ക് ലോക്കഴി. ആ കേറ്. ആ മാമനെന്താ മാമ? അണ്ണൻ പോയത്. അളിയാ അടിയാ അവിടെ ബാക്കിൽ കോച്ചേട്ട് ഒറ്റയ്ക്ക് വിടല്ലേ ചന്ദ്ര. അങ്ങനെ കോച്ചേട്ട് ഒറ്റയ്ക്ക് വിടല്ലേ. മാനുപ്പുലേറ്റിംഗ് ആണ് മാനുപ്പുലേറ്റിംഗ്. അണ്ണനെ പിക്കാക്ക്. പ്രശ്നം എന്താ? വാസന എവിടെ ഇപ്പം? പമ്പിലാണോ അണ്ണൻ? പമ്പിലാണ്. കോച്ചായിട്ട് ഒറ്റയ്ക്ക് വിടല്ലേ ഒരിക്കലും. അണ്ണൻ പിക്കാക്ക്. ഒരു 2-3 ദിവസത്തെ കോച്ചായിട്ട് ഒറ്റയ്ക്ക് വിടല്ലേ. സേഫ് അല്ല അത്. അണ്ണന്റെ അടുത്ത് ആരെല്ലുണ്ടോ? ചന്ദ്രൻ അണ്ണനോട് നമ്മള് ഹെയിലുണ്ടോ അവിടെ? എടാ അണ്ണന്റെ അടുത്തൊന്ന് വണ്ടി വരാൻ പറഞ്ഞടാ ഒന്ന്. അല്ലെങ്കിൽ ഞാൻ വണ്ടി കയറി. പരുന്തിന്റെ വണ്ടി കയറി ചന്ദ്ര. ആ വണ്ടി കയറി. കോച്ചായിട്ടാണ് പോണത്. കോച്ചായിട്ടോടെ പോകണ്ട്. ഫോളെ എനിക്കൊന്ന് ആരോ കിട്ടിയുണ്ട്. ഫോളെ ചന്ദ്ര. ഇല്ലടാ അളിയാ നീ നടങ്ങുന്നു. നൈസായിട്ട് ഫോളോ ചെയ്യാം. കോച്ചായിട്ട് എവിടെ പോവാണേ? പോട്ടെ കൊച്ചു പൊക്കി പടത്തല്ലേ. ഇല്ലടാ ഇത് പിടിച്ച് ഞാൻ നോക്കാം. ബാക്കിലുണ്ട്. ടോള് 4 hour ടോള് കഴിഞ്ഞിട്ടില്ല. ടോള് കഴിഞ്ഞ് ചന്ദ്രൻ അടിയാ പൂളൂച്ചി. ഹെഡ്ഫോണൊക്കെ വെച്ച് എന്തൊക്കെ ഡയലോഗാണ് എൻ്റെ അടുത്ത് പറഞ്ഞ നിലത്തോടെ ഹെലി ഓടിക്കുമ്പോൾ റിവേഴ്സ് മുഖത്തോണ്ട് ഹാപ്പി ആയിരുന്നു. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമല്ല. 400 ആൾക്കാരെ വിളിക്കണം. അതാണ് വേറൊരു സീന്. എത്തിക്കണം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് 400 ആൾക്കാരെ വിളിക്കണം. അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അറിയാവോ. ഓവർ കോൺഫിഡൻറ്റ് ആണടാ ഞാൻ. പ്രിയ ഞാൻ ഞാൻ ഓവർ കോൺഫിഡന്റ് ആണ്. മനസ്സിലായില്ലേ? ഇതെന്റെ ഓവർ കോൺഫിഡൻസ് തന്നെയാടാ. മനസ്സിലായില്ലേ? ആർക്കാ ഛേദം? എന്താ ഇനിയും കാണിക്കും. എനിക്ക് തോന്നിയ പോലെ ഓടിക്കും വണ്ടി. തോന്നിയത് ചെയ്യും. പഠിപ്പിക്കല്ലേ എന്നെ. അങ്ങ് കയറി ഭരിക്കല്ലേ അങ്ങ് കയറി എന്നെ. എവിടെയുണ്ട് ചേട്ടാ? ചന്ദ്രി ഭാഗത്തുണ്ട്. അതുകൊണ്ട് എടുക്കണേ. ചന്ദ്രന്റെ അച്ഛൻ നിൽക്കുന്നത്. അത് അവനോട് ചിത്തോളിക്കല്ലേ അടി വാങ്ങുമ്പോ
സാറേ ഇതൊരു പ്രൈം സ്പോട്ട് അല്ലേ സാർ? എന്താ സാർ ഇത്ര ഡിലേ ആവുന്ന പൊക്കാൻ വരാൻ? ഇത്രയും പേടി ഇത്രയും എടാ ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിച്ചാ? അച്ഛനെന്താ നിനക്ക് തന്ത വന്ന സിറ്റിയില് സുരേന്ദ്ര ബോസ് ചന്ദ്ര അച്ഛനാ അലക്കല്ലടാ ഇത് കേൾക്കുന്നില്ല. ആ സൗണ്ട് കാണാം ഇതാരെ? എൻ്റെ പേര് സുരേന്ദ്ര ബോസ്. ഇത് ചന്ദ്രബോസ് ആണോ? സുരേന്ദ്രനാ? സുരേന്ദ്ര ബോസ്. ആ എന്റെ ഒരു ചന്ദ്രനാ. ആ മക്കളെ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചിനെ ഇതേപോലെ ഒരു ഓർഫണേജിൽ കൊണ്ട് ഉപേക്ഷിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയവും ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും നീയാണ് എൻ്റെ മോനെന്ന് എനിക്കൊരു ഞാൻ എന്നെ കൊണ്ടാക്കിയ സമയത്ത് എൻ്റെ അടുത്ത് സൂര്യേച്ചൻ പറഞ്ഞത് അവിടെ ഒരു 10-40 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നു. ആ സമയത്തോ? ആ ഒരു സെയിം പീരീഡില്. ഓക്കെ. ആ പക്ഷെ നീ മാത്രമല്ല. ഇല്ലടാ, എന്റെ തന്തയില്ല, നിന്റെ തന്തയില്ലല്ലോ കണ്ണാപ്പി. ഞാൻ തീരുമാനിച്ചോളാം. തന്തില്ലാത്തവരെ നിയമണ്ടല്ലേ? അറിയില്ലേ? ഹലോ ഹലോ പറയാം മക്കളെ. അല്ലേ ഇവിടെ സ്വന്തമായിട്ട് തന്തയില്ലാത്തവന്മാരാണ് എന്റെ തന്തയെ കണ്ടുപിടിച്ചത് പറയണേ. അവന്മാരെ തന്തയെ കണ്ടുപിടിക്കാൻ അവന്മാർക്ക് പോലും ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഞാനും എന്റെ മോനെ ഒന്ന് സംസാരിച്ചോട്ടെ, ബാക്കിയുള്ളവരൊന്ന് മാറും. പ്രൈവസി മാറി സംസാരിച്ചോളൂ. ഹലോ ഇത് ചന്ദ്രന്റെ താന്തേന്നല്ലേ? ഇത് ഏതാ? സംസാരിക്കട്ടാ. പറയൂ ചന്ദ്ര. ആ അല്ല, ഞാൻ പറഞ്ഞതല്ല ഇത്. ഓക്കെ, അപ്പൊ ആരാണ് താങ്കളുടെ അടുത്ത് പറഞ്ഞത് ഇത് ഞാനാണെന്ന്? അല്ല, ഞാൻ ഒളിവിലായിരുന്നു. ഞാൻ ഈ ഒളിവിലായിരുന്നു എത്ര നാള്. എന്തിന്? ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് റിബലായിട്ടൊക്കെ നടന്നതായതുകൊണ്ടാണ് എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നത്. പ്ലെയിൻ റിബലാണോ? അല്ല, ഞാൻ മാവോയിസ്റ്റ് ആയിരുന്നതുകൊണ്ട് നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഞാൻ നിന്റെ അമ്മയെ കണ്ടത്. ഏത് മില്ലില്? അങ്ങനെയാണ്. ഹലോ, ഏത് മില്ലില്? നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഞാൻ നിന്റെ അമ്മയെ കണ്ടത്. ആ അങ്ങനെയായിരുന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചതും ഞങ്ങൾക്ക് നീ ഉണ്ടായത്. പിന്നെ എനിക്ക് ഞാൻ പിന്നെ തിരിച്ചു പോയ സമയത്ത് എൻ്റെ ആൾക്കാർ തന്നെ നമുക്ക് ഫാമിലി ഒന്നും പാടില്ല, അവരറിയാതെയാണ് ഞാൻ ഇതൊക്കെ കൊണ്ടു നടന്നത്. കുറേ നാൾ ഞാനിങ്ങനെ കൊണ്ടു നടന്നു, ആരും അറിയാതെ. പക്ഷെ അവരറിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന് നിന്റെ അമ്മയെ ഞാൻ എങ്ങനെ പറയും മക്കളെ? പറഞ്ഞോ. അങ്ങനെ എനിക്ക് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ തന്നെയാണെന്ന് എത്ര പെർസെന്റേജ് ഉറപ്പുണ്ട് ഞാൻ തന്നെയാണെന്ന്? എനിക്ക് 100% ഉറപ്പുണ്ട് മക്കളെ. അതെങ്ങനെ 100% ഉറപ്പിക്കും? അത് എന്നെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ആദ്യം ഒന്നും വിശ്വസിക്കില്ല. എന്റെ മൈൻഡ് ഇങ്ങനെ തന്നെയാണ്. അതെല്ലാം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ് അങ്കിളെ? അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ രക്തത്തെ തിരിച്ചറിയാന്നാണല്ലോ. എന്റെ രക്തം എന്നിട്ട് തിരിച്ചറിയില്ലല്ലോ. എനിക്കത് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം എടുക്കുമായിരിക്കും. കാരണം ഞാൻ അത് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇത്ര നാളായിട്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടോ. ദേഷ്യം ഉണ്ടാവും, എനിക്കറിയാം. ഞങ്ങളുടെ അനാഥാലയം കത്തിച്ചതാണ് ഞങ്ങളുടെ അനാഥാലയത്തിന്. അതെന്തായിരുന്നു ആ കാര്യം? അതിന്റെ ഇടയ്ക്ക് അച്ഛൻ മരിച്ചായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ ഇല്ല, ഞാൻ അനാഥാലയത്തിലാക്കിയിട്ട് ഞാൻ പോകുമായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് ഓർമ്മ വീഴുന്ന കാലം തൊട്ട് ഞാൻ വിളിക്കണാണ് എന്റെ തന്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അച്ഛന്റെ കുറവും വരുത്തരുതെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതൊന്നും എനിക്കറിയടാ. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ അനാഥാലയം കത്തിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് മാറുന്നതും അല്ലെങ്കിൽ സൂരജ് മരിക്കുന്നതും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് അടക്കം എല്ലാം ആണ് അതിന്റെ കൂടെ കത്തി പോകുന്നത്. ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ മക്കളെ ഞാൻ അവിടെ നിന്ന് ആക്കിയ സമയത്ത് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ
നഷ്ടപ്പെട്ടതാണ് ഒരു അച്ഛന്റെ സ്നേഹം കൊടുക്കണമെന്ന്. അപ്പൊ ആരെങ്കിലും അച്ഛനായിട്ട് നിന്റെ മുന്നിൽ നിന്നതായിരിക്കണം. അല്ല എനിക്ക് അല്ലാതെ വഴിയില്ല. എനിക്ക് കാരണം സ്നേഹം തരാൻ അച്ഛന്മാരില്ല, അവിടെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഈ സുരേന്ദ്ര ബോസ് എന്നുള്ള പേരിൽ ഒരാളല്ലേ? അല്ല മരിച്ചെന്ന് പറഞ്ഞ ആള്. സുരേന്ദ്ര ബോസ് എന്നുള്ള ഒരാളേ ഉള്ളൂ. പക്ഷെ എന്നെ പക്ഷെ അത് ഞാനാണ്. അത് താങ്കളാണെന്ന് എനിക്ക് വിശ്വാസമാവണ്ടേ? അതിപ്പോ ഞാൻ എന്ത് ചെയ്യും മക്കളെ? ആർക്കായാലും അത് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം പിന്നെ ഞാനാണെങ്കിൽ അതെ ഇതിപ്പോ എന്റെ തന്തയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ അപ്പൊ തന്നെ കൊല്ലാന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ അതിന് നിന്ന് തരാം മക്കളെ. അല്ല അതിന് എനിക്ക് 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 പ്രൂഫ് മതി നിങ്ങൾ എന്റെ തന്തയാണെന്ന്. ഞാൻ എന്ത് പ്രൂഫ് കൊണ്ടുവരാനാണ് മക്കളെ? നിന്റെ അമ്മ ആ സമയത്ത് നിന്റെ അമ്മ നമ്മളെ വിട്ട് പോയി. അതെ അതെ ഇപ്പൊ നമ്മള് കൊറേ പേര് ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ എനിക്ക് കാശും പ്രതാപം ഒന്നും വേണ്ട മക്കളെ. ഞാൻ ഇത്ര നാൾ അങ്ങനെയൊന്നും അല്ല ജീവിച്ചത്. തോന്നണില്ല. ഞാൻ എന്റെ മകന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം അവിടെ എത്തിയത്. അയ്യോ മകന്റെ സ്നേഹം ഇത്രയും നാള് കൊണ്ട് ഒരു അനാഥാലയത്തിൽ ഇട്ടപ്പോഴത്തേക്കും സ്നേഹം വേണ്ടായിരുന്നാ? എനിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. വയസ്സായി കുഴിയില് കാല് നീട്ടാറായപ്പോഴത്തേക്കും ഈ സ്നേഹത്തെ വേണ്ടിട്ടാണ് വന്നേ. ഇത്രേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഓടി എത്തിയേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് വരണം തന്നെ ആയിരുന്നു. ഓടി വരണ്ടായിരുന്നു, പതുക്കെ വന്നാൽ മതിയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ അവിടെ തടവറയിലായിരുന്നു. എനിക്കങ്ങനെ വരാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ ബംഗാളിൽ വെച്ചാണ് നമ്മളെ ചോട്ടുകാരെ കണ്ടത്. അപ്പൊ എന്റെ കഥകളൊക്കെ കേട്ടപ്പോ ചോട്ട് പറഞ്ഞു ഇതുപോലെ ആള് ഇങ്ങനെ നമ്മുടെ സിറ്റിയിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചോട്ടൂരിലൂടെ വന്നതാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ എനിക്ക് ഉറപ്പാണ് മക്കളെ നീ എന്റെ മകനാണ്. അല്ല നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു കണക്ഷൻ ഇല്ലല്ലോ നിങ്ങളെ. കണക്ഷൻ വേണ്ടേ? അതായത് നിങ്ങള് എന്റെ അച്ഛൻ എന്ന് പറയണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഞാനാണ് നിങ്ങളെ മോനെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൂഫ് വേണം. നിങ്ങളെ ഒരുപാട് ചെവി കുറച്ച് പ്രശ്നം. ഇങ്ങോട്ട് നമ്പറാടാ, ഇങ്ങോട്ട് നമ്പറ. സമയം എടുക്കല്ലോ. അതെ ഒരാളുടെ ഇപ്പൊ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് വേണം. അല്ലെ പ്രൂഫ് എന്ന് പറഞ്ഞ ആ സമയത്ത് കത്തി നശിച്ച വീട് മാത്രമേ ഉള്ളൂ പ്രൂഫായിട്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? കത്തി നശിച്ച വീടൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലാതായി പോയി. ഓക്കെ നെക്സ്റ്റ് ട്രൈ ചോട്ടു. ഓക്കെ എന്താ കേട്ടില്ല? എനിക്ക് പ്രൂഫായിട്ട് അത് മാത്രമേ ഉള്ളൂ. എന്ത് സമയത്ത് ഡോക്യുമെന്റ് ഒന്നും ഇല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല. എനിക്ക് അതൊന്നും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരി കണക്ഷൻ ഇല്ല നിങ്ങൾ ഈ പറയുന്ന സ്റ്റോറി ആയിട്ട്. എന്നെ എത്രാമത്തെ വയസ്സിലാണ് ഉപേക്ഷിച്ചത്? ഞാൻ 5ാമത്തെ വയസ്സിൽ. 5ാമത്തെ വയസ്സിൽ? എന്റെ 5ാമത്തെ വയസ്സിലാ? അതെ. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് എന്നെ എന്റെ സൂരജ് അച്ഛന് കിട്ടിയത്. സൂരജ് അച്ഛനൊന്നും ഒരു അച്ഛനില്ല മക്കളെ. എന്നെ അങ്ങനെ വളർത്തിയത്, അങ്ങനെയാണ് എന്റെ തന്തയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂരജ് അച്ഛനൊന്നും ഒരു അച്ഛനില്ല. അച്ഛന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്രൻ അല്ല, നിങ്ങൾ പറഞ്ഞ പോരല്ലോ. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ തലവനായിരുന്നു സുരേന്ദ്ര ബോസ്. പക്ഷെ എനിക്ക് കുടുംബം കുട്ടികളൊന്നും എന്റെ പ്രസ്ഥാനവും ഇതും തമ്മിൽ വരാതായപ്പോ എനിക്കൊരു നിമിഷത്തിൽ എനിക്ക് ഇതിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആണല്ലേ? അപ്പൊ ഇനി അങ്ങനെ ജീവിച്ചാൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് മക്കളെ. എനിക്ക് ഇതിന്റെ ഒന്നും വേണ്ട. എനിക്ക് നിങ്ങൾ എന്നിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പോണം. അത് പോയതാ. കളഞ്ഞില്ല. ഞാൻ സ്റ്റിൽ പറയാണ്, നിങ്ങളൊരു മോനെ, നിങ്ങൾ ഏതൊരു മോനെ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ മോൻ ഞാൻ എന്റെ അച്ഛനാണെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ല. സ്റ്റിൽ ഞാൻ പറയുവാണ്, നിങ്ങളൊരു മോനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോനെ നിങ്ങൾ കളഞ്ഞു. അത് നിങ്ങളുടെ ലൈഫിലെടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉറച്ചിരിക്കണം, മനസ്സിലല്ലേ? നിങ്ങള് അത് നിങ്ങൾക്ക് നല്ലതോ ചീത്തയോ എന്തോ ആണെങ്കിലും വരാം. നല്ല കാര്യത്തിൽ കൂടെ ഉണ്ടായില്ലല്ലോ ഡാഡ്.
ഇതിപ്പോ ചന്ദ്രന്റെ കൂടെ ഉണ്ടായതാണ്. ഞാൻ അവനെ എന്റെ കൂടെ കൊണ്ടുവന്നതിൽ അവന്റെ ജീവനെ തന്നെ ഭീഷണിയായിരുന്നു. ഇതിപ്പോ വയസ്സാകാലത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തുണയാൻ വേണ്ടിയില്ലേ നിങ്ങളിപ്പോ നമ്മളെ യൂസ് ചെയ്യല്ലേ? മാവോയിസ്റ്റാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറ്റാത്ത പണിക്കൊക്കെ പോണത്? ഈ നിങ്ങളെ ഈ ഭാര്യയെ പിള്ളേരെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഭാര്യയും മക്കളെയും പിള്ളേരെ ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഴ കഴിക്കാൻ പോയത്? കഴയല്ല, എന്റെയും നിന്റെ അമ്മയുടെയും പരിശുദ്ധമായ പ്രണയത്തിൽ നിന്നുണ്ടായതാണ്. കഴയെന്നൊന്നും പറയല്ലേ മക്കളെ. അല്ലല്ല, പോയിട്ട് പ്രൂഫായിട്ട് വരൂ അങ്കിളെ, അപ്പത്തേക്ക് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്ത് പ്രൂഫ് കൊണ്ടുവരാനാണ്? എന്ത് പ്രൂഫാണെന്ന് എനിക്കാണോടാ, എന്റെ തന്തയാണെന്നുള്ള പ്രൂഫിന് വന്നാൽ മതി കേട്ടാ. കറക്റ്റ് ഞാൻ ഇപ്പൊ ഞാൻ പെട്ടെ എന്റെ അടുത്ത് സൂര്യചൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രാമത്തെ വയസ്സിലാണ് എന്നെ പുള്ളിക്ക് കിട്ടിയതെന്നും ഞാൻ എങ്ങനെയാണ് വളർന്നതെന്നും അല്ലെങ്കിൽ എന്നെ ആരാണ് ഉപേക്ഷിച്ചതെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു ഏകദേശ രൂപവും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ കേട്ടില്ല? എടാ നില്ലടാ സംസാരിക്കും. സുരേച്ചൻ എന്ന് പറഞ്ഞതിന്റെ മുമ്പിൽ ആരോ അതിനെ പറ്റിച്ചതാണ്. ആരാ? സുരേച്ചൻ എന്ന് പറഞ്ഞ നിന്റെ മുമ്പിൽ ആരോ അതിനെ പറ്റിച്ചതാണ്. സുരല്ല, സൂരജ്. കൊടുത്ത അച്ഛന്റെ പേര് പോലും അറിയില്ല. സൂരജ് ആരാന്ന് എനിക്കറിയില്ല മക്കളെ. സൂരജ് ഞാൻ കൊടുത്തിട്ടില്ല. സൂപ്പർ. അപ്പൊ നിങ്ങക്ക് ആള് മാറിയതാട്ടോ. അപ്പൊ ഉറപ്പായിട്ട് ആള് പറയുന്നതാണ്. ചോട്ടോ തന്തമാരെ കൊണ്ടുവരില്ലേ കേട്ടല്ല? കൊണ്ടുവരണ്ട, ഇങ്ങനെ കേട്ടാ. ഇതെന്റെ തന്തയല്ലേ. പ്രായത്തിലെ ബഹുമാനിച്ചാണ് ഞാൻ ഇത്ര നേരം മാന്യമായിട്ട് സംസാരിച്ചത്. ഡാഡിയാന്ന് പറഞ്ഞു വന്നാണ് അണ്ണൻ. ഞാൻ ഓൾറെഡി ചന്ദ്രന്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അല്ല ഡാഡിയില്ല. അല്ല വാസന, ഞാനേ അല്ല ഇത് ആർക്കാണ് ഇത് എന്റെ തന്തയാണ് സംശയമുള്ള? ആർക്കാണ് സംശയമുള്ളടേ? അല്ലല്ല ഒരു സെക്കൻഡ് വാസന, ആർക്കൊക്കെയാണ് സംശയമുള്ളത് ഒന്ന് പറഞ്ഞേ. എനിക്കൊരു സംശയം, ഇത് അളിയുടെ തന്ത. അല്ല മാമന് തോന്നുന്നുണ്ടോ? സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ പറയണം. അല്ല ഈ മാമനൊക്കെ എന്റെ കൂടെ വളർന്നതാണേ. ഈ മാമനൊക്കെ ഈ സൂര്യജനാതലത്തിൽ എന്റെ കൂടെ വളർന്നതാ ഇവരൊക്കെ. പോയി കണ്ണാപ്പി ഇവരൊക്കെ എന്റെ കൂടെ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നെ കൊടുക്കുമ്പോ എനിക്ക് സൂര്യജ ആയിരുന്നു അറിയില്ല മക്കളെ. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് പോട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ ഇല്ല, അവൻ ചത്തു. അങ്ങനെ കൂട്ടിയത് എനിക്കൊരു തന്ത ഉണ്ടാവേണ്ടത്. ഇവിടെ കുറച്ചു നേരത്തെ ഒരു കറുപ്പിട്ട് ഒരാളെന്നില്ലേ, അതാണ് തന്ത. മനസ്സിലല്ലേ? അങ്ങനെയാണ് നമ്മളെ ഇത്ര മനസ്സിലായില്ലേ? നമുക്കിനി സന്തോഷിച്ച് ഇനി നമുക്ക് അതിലും വലിയ സന്തോഷം ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിലും വലിയ വെറുതെ എനിക്ക് അതിലും വലിയ നല്ലതും എനിക്ക് വേണ്ട. നല്ലതിന് വേണ്ടിയല്ലടാ ഞാൻ നിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് വേണ്ട എനിക്ക് എന്ത് വർത്തമാനമാണ് അതൊക്കെ വീടാതൊക്കെ വിളിക്കും. എനിക്ക് അർജന്റ് വേറെ കാര്യം പറയണേ. എടാ നിന്റെ ഈ അസ്ഥാനത്തെ തമാശ അടിക്കല്ല, അടിച്ചു ചെപ്പതിരിക്കുന്നേ അവന്റെ. എന്തിരിത് ഇതെന്തോ ഇത് അളിയാ? എന്തിര് ഇതിനകത്ത് മറ്റേ ഫോട്ടോ കാണിക്കുമായിരിക്കും. ഗെയിം ഇറങ്ങിയിട്ട് ഇതൊക്കെ കണ്ട് നമ്മള് മാമനൊക്കെ ഒരിടക്ക് കടലിൽ ആ റൂമിലായിരുന്നു ഫുൾ ടൈം. അതെ ഞാൻ നിങ്ങൾക്കുള്ള ട്രെയിൻ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം തിരിച്ചു പോകാം ബംഗാളിലോട്ട്. ഇല്ല ഞാൻ പോകുന്നില്ല. ഞാൻ ചോട്ടിനെ വിളിക്കാം. ചന്ദ്രൻ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ചന്ദ്രനാണ് അച്ഛനുള്ളത്. ചന്ദ്രനെ ഇഷ്ടപ്പെട്ടത്. ചോട്ടു എന്തിടാ മറ്റേ മഞ്ഞ ഇട്ട കാട്ടുകുരങ്ങ്. ഹലോ ആ ഓക്കെ ഞാനൊരു 1 ലക്ഷം രൂപ തരാം. ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ തന്നെ നേരെ ബംഗാളിലോട്ട് വിട്ടോ.
എനിക്ക് കാശൊന്നും വേണ്ട മക്കളെ, എനിക്ക് കാശൊന്നും വേണ്ട. കാശൊക്കെ എന്റെ അത്യാവശ്യം ഒരുപാടുണ്ട്. ഓക്കെ ഞാൻ ഇവിടെ കുടുങ്ങി മാമ. ആയ കാലത്ത് ഒരു ഭയങ്കര കാശുകാരനായിട്ട് കില്ലായിരുന്നാ? തന്നെയാണ് വന്നത്. ഞാൻ നിന്റെ കാശുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, നിന്നെ നോക്കി നീ അവിടെ ഇല്ലേ? നോക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ കാശ് ഓ, വാങ്ങാൻ അത് നിങ്ങളുടെ മോനെ കിട്ടുമ്പോ നോക്കിയാ മതി. ഇതിപ്പോ നിങ്ങള് ഒരിക്കലും നിങ്ങളെ ഒരിക്കലും നമ്മളെ മകനല്ലാത്ത ആളെ മുഖത്ത് നോക്കിട്ട് മകനെ എന്ന് വിളിക്കും അല്ലെ, മകനെ അല്ലെങ്കിൽ മനസ്സിലായി അങ്ങനെ പറയണത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് അവർക്ക് പെട്ടെന്ന് ഇതാവും. 100% നീ എന്റെ മോൻ തന്നെയാണ്. നിങ്ങൾ ഈ 100% മനസ്സിലാവും. നിങ്ങക്ക് മര്യാദക്ക് നടക്കാൻ പോലും വയ്യ, നിങ്ങക്ക് അതിപ്പോ സംസാരിക്കാൻ പോലും വയ്യ. നിങ്ങൾക്ക് ഓർമ്മക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? കുറവില്ല. ആ ഈ പ്രായത്തിലെ അൽഷിമേഴ്സ് ഒക്കെ വന്നു തുടങ്ങാനുള്ള ചിലപ്പോ പ്രായമായി. വേറെ ചന്ദ്രനായിരിക്കോ? വേറെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ സിറ്റിയിൽ ഒരു 100 ചന്ദ്രനുണ്ട്. ചന്ദ്രൻ ബോസ് നമുക്ക് അന്വേഷിക്കാം. അങ്കിൾ വിഷമിക്കണ്ട, നമുക്ക് നോക്കിയെടുക്കാം. അങ്കിളിനെ മാനോ നോക്കിയെടുക്കാം. നമുക്ക് പിടിക്കാം, നമുക്ക് ആളെ പിടിക്കാം. സീനൊന്നുമില്ല. അല്ലല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ഒരാളല്ലേ ഉള്ളൂ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ഈ ചന്ദ്രബോസ് എനിക്ക് പേരിട്ടത് അതിന് താങ്കളല്ലല്ലോ? സത്യം ഞാൻ തന്നെയാണ് നിനക്ക് പേരിട്ട ചന്ദ്ര. അല്ല 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 നിന്റെ അനാഥാലയത്തിൽ കൊടുത്തപ്പോഴും എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും അല്ല ചന്ദ്രബോസ്. എന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നല്ലോ. നിനക്ക് ചേർത്തേക്ക്. അല്ല 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 സൂര്യചാച്ചനാണ് കേട്ടോ, സൂര്യചാച്ചൻ. എനിക്ക് പേര് എനിക്ക് ഇതൊക്കെ ആരാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മാംസമാണ്. അതായത് സൂരജ് ഗബ്രിയൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓർഫണേജിലെ ഞങ്ങളുടെ അച്ഛനാണ്. പുള്ളിയാണ് ഞങ്ങളെ എല്ലാരും ആ ഓർഫണേജ് പുള്ളിയാണ് നടത്തുന്നത്. പുള്ളിയാണ് ഞങ്ങളെല്ലാം നോക്കിയത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫാദർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന മാമന്റെയും എന്റെ ഒക്കെ ഫാദർ എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. അപ്പൊ പുള്ളിയാണ് ഞങ്ങൾക്ക് പേരിട്ടത്. ഓർഫണേജിൽ ഞാൻ നിന്നെ കൊണ്ടാക്കിയത് നിനക്കൊരു അച്ഛന്റെ കുറവുണ്ടാകരുതെന്നും പറഞ്ഞ് കുറച്ച് കാശ് ഏൽപ്പിച്ചത് ഞാനാണ്. പക്ഷെ നീ പറയുന്ന കഥകളൊക്കെ നിന്നോട് ആര് പറഞ്ഞെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാനാണെങ്കിൽ ഒരു സ്വർണ്ണം ഇടുന്ന താറാവല്ലേ, അതുകൊണ്ടല്ലേ എന്റെ അടുത്ത് വേറെ കള്ളം പറഞ്ഞ അങ്ങേരെ എന്നെ വളർത്തിയത്. എത്ര കൊടുത്ത അച്ഛന്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്തതാണ്. നിങ്ങളുടെ മോനെ എനിക്ക് ഇപ്പൊ മനസ്സിലായിരുന്നു. എടാ ഇത് ഭരത്ചന്ദ്രന്റെ അച്ഛൻ്റെ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പേര് എനിക്ക് ഇഷ്ടമായിരുന്നു ഇത്ര നേരം. അതാണ് ആള്. കുറച്ച് തന്ത കിട്ടിയെന്ന് പറഞ്ഞു. നിങ്ങളെ ശരിക്കുള്ള മോൻ വേറെയാണ്. അപ്പം ഇതാണ് അങ്കിൾ കേറ്. നിങ്ങൾ മാമൂലിക്കാരത്തില്ലേ? ആളിപ്പോ പീടിയിലൊക്കെ പോയി. വലിയ പൊസിഷനാണ് ഇപ്പൊ. എന്റെ മോനെ ഞാൻ കണ്ടുമുട്ടി. ഹലോ സംസാരിക്കാം. ഹലോ സാറേ. ഓ പറഞ്ഞു സാറേ. സാറിന്റെ തന്ത കിട്ടി. എന്റെ തന്തെ കിട്ടി? ആ സാറെന്താ ഉദ്ദേശിച്ചേ? സാർ ഓർഫണല്ലേ? ഞാൻ ഓർഫണൊന്നുമല്ല. ഇവിടെ കണ്ണാപ്പി പറഞ്ഞ് ഞാൻ ഓർഫണൊന്നുമല്ല. കണ്ണാപ്പി എങ്ങനെ അറിയാം? ഞാൻ ജനിച്ചതിനൊക്കെ ശേഷമാണല്ലോ കണ്ണാപ്പി ജനിച്ചേ. സാറിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അച്ഛന്റെ പേരോ? ആ അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ? അല്ലല്ല സാറിനെ അറിയാൻ പറഞ്ഞത്. എനിക്കറിയാം, പറയണ്ടൊക്കെ അറിയാം. സാറേ പേര് പറ സാറേ, കൺഫേം ചെയ്യണം. ഇവിടെ ഒരാള് എന്റെ അച്ഛൻ ഒരാളിവിടെ ഞാൻ ഈ പേര് പറഞ്ഞിട്ട് വേണം ഇതേ പേര് അവിടെ പറയാൻ അവന്. സാർ അതല്ല സംഭവം അതല്ല. വെയിറ്റ് സാറേ, അതായത് ഇപ്പൊ എന്റെ അച്ഛൻ ഒരാള് വന്നു. അപ്പൊ അത് കൺഫേം ചെയ്ത് എന്റെ അച്ഛനല്ലെന്ന്. അപ്പൊ പിന്നെ അത് ഇവിടെ വേറെ ചന്ദ്രനുള്ളതെന്ന് പറഞ്ഞ സാറാണ്. അപ്പൊ അങ്ങനെ അല്ലല്ല, പുള്ളി ജീവിച്ചില്ല, പുള്ളി മരിച്ചുപോയി. സാറിന് ജനിച്ച് ഓർമ്മയൊക്കെ ഒന്നും ശേഷമാണോ മരിച്ചേ? അതെ എന്റെ ഫ്രണ്ടിൽ വെച്ചാ നടന്നേ. ഓ അങ്ങനെ. ഓക്കെ. എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാ മരിച്ചത്. അതൊരു അറ്റാക്ക് ആയിരുന്നു ആക്ച്വലി. ഓക്കെ. അതാരാ ആള്? പേരെന്താ പുള്ളിയുടെ? ഈ വന്ന ആളുടെ അച്ഛനെന്ന് പറയുന്ന ആളുടെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര. എന്നാ പിന്നെ ചന്ദ്രന്റെ ആയിരിക്കണമല്ലോ. അല്ല എന്റെ വഴിയൊന്നുമില്ല. എന്റെ ഒരു വഴിയില്ല. ചന്ദ്ര ഒന്ന് DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്ക് ചന്ദ്ര. DNA എനിക്ക് വിശ്വാസമല്ല. സിറ്റിയിലെ നമ്മുടെ സിറ്റിയിലെ DNA മെഷീൻ പുറത്തുനിന്ന് ആളെ ഇറക്കാം. ചന്ദ്ര എന്തായാലും ഞാൻ മുന്നിട്ടിറന്ന് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്റെ തലയിൽ വരും. എന്റെ അച്ഛനായിട്ട് മാറും. അല്ല സാർ കണ്ടല്ലോ, സാർ പ്രൂഫ് ഉള്ളതുകൊണ്ട് വേറെ വിഷയമല്ല ഇതിപ്പോ. അല്ലല്ല ചന്ദ്രന്റെ അച്ഛനാണെന്ന് സാറേ. അപ്പൊ ഞാൻ ആളെ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് വിടാം. ആളുടെ മോനെ തപ്പി കൊടുക്കണം സാറേ. ഓക്കെ സാറേ. ഓക്കെ. അതെ, ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് നേരെ പോകുമ്പോഴത്തേക്കും ഒരു പീടി ഉണ്ട് അവിടെ. ഹലോ
ഹലോ. അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു പീടി ഉണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്തേട്ടാ. മോനെ കിട്ടട്ടെ എത്രയും പെട്ടെന്ന്, ഞാൻ പ്രവർത്തിക്കാം. അത് പരച്ചണ്ടല്ലേ ആള് മോനെ കിട്ടിയെന്ന് എന്തിനാ മോനെ കിട്ടിയെങ്കിൽ വേറെ വണ്ടിയും വിളിച്ചു കൊടുക്കാൻ. എടാ ഞാൻ അങ്ങേര് എന്റെ തന്തയെന്നല്ലോ എന്തെങ്കിലും കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ കൊന്ന് അപ്പൊ തന്നെ കല്ലറയും വെക്കും. മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെ വരല്ലേ, മക്കളെ ഉപേക്ഷിച്ച് പോയാൽ അത് അതുവഴി അങ്ങ് പോണം, പിന്നെ വരല്ലേ, പിന്നെ പിന്നെ മറ്റേ മോൻ പാസം അമ്മ പാസം അപ്പ അത് കാണിക്കാൻ പറ്റൂല ആർക്കും. ആ നമ്മളെ ഇവിടെ ഉള്ള എല്ലാരും ഇവിടെ പോയി പുറത്ത് വരുത്താൻ വന്നതാ. ഇപ്പൊ മോനായിട്ട് പുറത്ത് വന്നെന്റെ മോനായി. എടാ എല്ലാരും എവിടാ? എടാ എന്റെ വണ്ടി ഒന്നും സിറ്റി കിട്ടില്ലടേ.